മാം. ആ ലിസ, ഡ്രൈ ആയോ? അത് എന്തായി? ഡ്രൈ ആയി മാം. ബട്ട് ജ്യൂസിൻ്റെ പാട് ആ ഫയലിലുണ്ട്. എന്ത് ചെയ്യും? ഓ ഗോഡ്, ഞാൻ എന്താ ചെയ്യുക? ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റാണത്. അതും ഇന്ന് മീറ്റിംഗ് ഹാളിൽ ഞാൻ എന്ത് കൊണ്ടുപോയി വെക്കും? അതിന് പകരം ബോസിനോട് എന്ത് പറയും? അത് മാം എന്നെ രക്ഷിക്കണം. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. ലുക്ക് ലിസ, എനിക്കറിയില്ല ഞാൻ നിന്നോട് എന്താ ഇപ്പം പറയുക. ബോസിൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? നീ എന്താ ലിസ ഇത്ര കെയർലെസ് ആയിട്ടിരുന്നത്? ബോസിൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും ബോസ് അതിന് പണിഷ്മെൻറ്റ് ചെയ്യുന്നത് ടെർമിനേഷൻ ലെറ്റർ തന്നുകൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ എന്താ പറയുക? ഇപ്പം മീറ്റിങ്ങിന് ബോസ് വരുമ്പോൾ എന്ത് ചെയ്യും? അതുകൂടി നീ ഒന്ന് പറ. മാം, ഞാൻ ഈ ഫയൽ വെരിഫൈ ചെയ്തിട്ട് ടേബിളിൽ വെച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അബദ്ധത്തിൽ എൻ്റെ കയ്യിലിരുന്ന ജ്യൂസ് തന്നെ ഇങ്ങനെ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോൾ ഡ്രയർ കൊണ്ട് ഉണക്കി, ബട്ട് ആ പാടുണ്ട്. ഓ ലിസ, ഇങ്ങനത്തെ സില്ലി എക്സ്ക്യൂസ് ഒക്കെ പറയാതെ നീ എങ്ങനെയെങ്കിലും അത് മാറ്റാൻ ശ്രമിക്ക്. ബോസ് എത്താറായോ മാം? പിന്നെ ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് നീ എങ്ങനെയെങ്കിലും അതെന്തെങ്കിലും ഒന്ന് ചെയ്ത് ശരിയാക്കാൻ ശ്രമിക്ക്. മാം പറഞ്ഞ ബോസ് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് തരും. ഈ മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റുമോ? മാറ്റി വെക്കും. എന്നെ നിന്നെ ഈ ഓഫീസിൽ നിന്ന് തന്നെ. അല്ലാതെ മീറ്റിംഗ് മാറ്റുന്ന കാര്യം ബോസിനോട് പറയാൻ ചെന്നാൽ തന്നെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പരിഭ്രാന്തിയോടുകൂടി തലയിൽ കൈവച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ജിയയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ലിസ പറഞ്ഞു, മാം, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമുക്ക് ഈ ഫയൽ മോഷണം പോയെന്ന് പറഞ്ഞാലോ? വാട്ട്? നീ ഇത്രയ്ക്ക് വെട്ടിയാണോ ലിസ? ഇവിടെയുള്ള CCTV മുഴുവനും ബോസിൻ്റെ മൊബൈലിൽ റെക്കോർഡഡാണ്. അദ്ദേഹത്തിന് എപ്പോൾ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഇതെങ്ങനെ മോഷണം പോയെന്ന് പറയാ? റെക്കോർഡറോ? മൊബൈലിലോ? ഓ ഗോഡ്, എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിന്റെ മാത്രമല്ല എൻ്റെ. പുറത്തേക്ക്. ഇനി അകത്ത് നിന്നാൽ അതിനുള്ള പണിഷ്മെൻ്റ് കൂടി വേണ്ടി വരും. അറിയാലോ, നീറ്റ്നെസ്സിൻ്റെയും ഡിസിപ്ലിൻ്റെയും കാര്യത്തിൽ ബോസ് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യത്തില്ല. നീ പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. ബോസ് വരാറായി. മാം വരുന്നില്ലേ? വരുവാ, സാറിനെ വെൽക്കം ചെയ്യണമല്ലോ. പുറത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവർ ഇരുവരും വീണ്ടും അവരുടെ ടെൻഷൻ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. അകത്തേക്ക് കയറി വരുന്ന സിഇഒയെ സ്റ്റാഫ് വാം വെൽക്കം ചെയ്യുന്നു. എന്നാൽ കിം ടയോങ്ങിൻ്റെ കണ്ണുകൾ തൻ്റെ PA ആയ ജിയയിൽ തന്നെയായിരുന്നു. ജിയെ നോക്കിക്കൊണ്ട് തന്നെ ക്യാബിൻ്റെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ്, ഷുവർ സാർ. അകത്തേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് ജിയ തിരിഞ്ഞൊന്ന് ലിസയെ നോക്കിയതിന് ശേഷം ക്യാബിൻ്റെ ഡോർ അടയ്ക്കുന്നു. ഇതെല്ലാം ഒരു ഭയത്തോടും ടെൻഷനോടും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ലിസ.
പെട്ടെന്നാണ് ലിസിക്ക് അരികിലേക്ക് അവളുടെ സുഹൃത്തും കൊളീഗുമായ ജെനി കടന്നു വരുന്നത്. പോയി പോയി എല്ലാം പിയോടാണോടി എല്ലാം പറയുന്നേ? നിനക്കൊരു അബദ്ധം പറ്റിയത് നീ ബോസിനോട് ചെന്ന് പറയാൻ നോക്ക്. എടി, എവിടെ പറഞ്ഞ കാര്യം നടക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജിയ മാഡത്തിനോടെല്ലാം പറഞ്ഞത്. മോളെ, ഈ പ്രോജക്റ്റിൻ്റെ പുറകെയായിരുന്നു ഒരു മാസമായിട്ട് നമ്മളെല്ലാവരും. ആ ഫയലിൻ്റെ ഇമ്പോർട്ടൻസ് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ജിയ മാഡത്തോട് പോയി പറഞ്ഞാൽ ഒരു കാര്യവും നടക്കാൻ പോണില്ല. അതിലും ഭേദം നീ തന്നെ പോയി ബോസിൻ്റെ കാല് പിടിക്കുന്നതായിരിക്കും നല്ലത്. ബോസിൻ്റെ കാല് പിടിക്കുന്നതിനേക്കാളും നല്ലത് ജിയ മാഡത്തിൻ്റെ കൈ പിടിക്കുന്നത് തന്നെ. നിനക്കറിയില്ല ബോസും ജിയ മാഡവും തമ്മിലുള്ള ഒരു റിലേഷനാ? റൂമർ? എന്ത് റിലേഷൻ? കേക്കട്ടെ. ജിയ മാഡം വെറും PA മാത്രമല്ല ബോസിന്, പിന്നെ അതുക്കും മേലെ. അതുകൊണ്ട് ജിയ മാഡത്തിന് സോപ്പിട്ടാ മതി. എൻ്റെ ജോലി പോകാതിരിക്കണമെങ്കിൽ ജിയ മാഡം തന്നെ കനിയണം. അപ്പോൾ ജിയ മാഡവും ബോസും തമ്മിൽ ലവാണോ? ഓ, നീ പറഞ്ഞതുപോലെ പുതിയ സ്റ്റാഫാണല്ലോ, അതാ. ലവാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് അതൊന്നും എനിക്കറിയില്ല. ഇവിടെയുള്ള പഴയ സ്റ്റാഫ്സിനോടൊക്കെ ചോദിച്ചു നോക്ക്. അവർ തമ്മിൽ എന്തായാലും ഒരു ബോസും PAയും തമ്മിലുള്ള റിലേഷനല്ല, അത് മാത്രം അറിയാം. എടി ലീസ, വെറുതെ ഒരു റൂമർ പരത്തിവിടല്ലേ. ആ മാഡം എന്ത് പാവമാ. ആവശ്യമില്ലാത്ത ഒരു റൂമേഴ്സ് കാടിച്ചു വിട്ടിട്ട് അവസാനം ആ മാഡത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ തന്നെ അത് ബാധിക്കും കേട്ടോ. ഒന്ന് പോയേനടി, അതൊന്ന് സത്യമാകണേന്ന് പ്രാർത്ഥിച്ച് നടക്കുവാൻ ഞാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ബോസ് കണ്ടില്ല എന്ന് വെക്കുള്ളൂ. ഈ സ്ഥാനത്ത് വേറെ വല്ല ചരക്കുമാണ് വരുന്നതെങ്കിൽ ചിന്തിക്കാൻ പോലും വയ്യ. നീ നടക്കങ്ങോട്ട്. ഇതേ സമയം ബോസിൻ്റെ ക്യാബിനുള്ളിൽ തൻ്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ജിയെ നോക്കിക്കൊണ്ട് തന്നെ റിവോൾവിംഗ് ചെയറിലിരിക്കുന്ന രൂക്ഷമായി നോക്കിക്കൊണ്ട് ജിയെ ഇരിക്കുകയായിരുന്നു ജി. Look at me. What's going on here, Jia? പതിഞ്ഞതും ദൃഢതയാർന്നതുമായ ശബ്ദത്തോടു കൂടി പറയുന്ന വിയെ നോക്കിക്കൊണ്ട് ഭയത്തോടു കൂടി ജിയെ തുടർന്നു. സാർ, ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്താലോ? നാളത്തേക്ക്. For what? അത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ജ്യൂസ് തട്ടി ഫയലിലൊന്ന് വീണു. ചെറിയ സ്റ്റെയിൻ ആയിട്ടുണ്ട്. കമ്പനി ഹോൾഡേഴ്സൊക്കെ സൈൻ ചെയ്യേണ്ട ഫയലല്ലേ, അതുകൊണ്ട് നാളെ ഞാനത് റീക്രിയേറ്റ് ചെയ്തിട്ട്, യു ഡോണ്ട് മൈൻഡ്. ഈ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവം നീ എന്ന് നിർത്തോ അന്ന് നീ നന്നാകും. അവൻ്റെ ശബ്ദം നേർത്തതായിരുന്നാലും അവൻ്റെ തീക്ഷ്ണമായ നോട്ടം അവളെ വല്ലാതെ പിടിച്ചുലച്ചു. അല്പം ഭയത്തോടുകൂടി തല കുനിച്ചു തന്നെ അവൾ വീണ്ടും നിന്നു. അത് കണ്ടുകൊണ്ട് വി തൻ്റെ ചെയറിൽ നിന്ന് മെനീറ്റ് അവൾക്കരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഫിക്സ് മൈ ടൈ. ടൈ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിയുടെ മുഖത്ത് നോക്കി അവൻ തുടർന്നു, നീ എന്തിനാ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് കുറ്റം സ്വയം ഏറ്റെടുക്കുന്നത്? പിന്നെ ലീസയ്ക്കുള്ള ടെർമിനേഷൻ ലെറ്റർ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ കൈ കിട്ടിയിരിക്കണം. അവക്കൊരു അബദ്ധം പറ്റിയതാ, മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഇപ്രാവശ്യത്തേക്കൊരു എക്സ്ക്യൂസ് കൊടുത്തോടെ പ്ലീസ്. അത് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നോക്കിയപ്പോഴാണ് അവളെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകൾ അവളുടെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവിടെ വിയുടെ ശബ്ദമുയർന്നു. ഇന്നത്തെ ഷെഡ്യൂൾ. സോറി സാർ, ഇപ്പം പറയാം. അവൾ പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന ടാബ് എടുത്തുകൊണ്ട് അതിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് 11 AM സൈറ്റ് വിസിറ്റിംഗ് കൊണ്ട്, ഇന്ന് 12 o'clock അവാർഡ് സെറമണിക്ക് പോകണം, 5:30 മുത്തശ്ശിയെ കാണാമെന്ന് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞുകൊണ്ട് അവൾ തലയുയർത്തി അവനെ നോക്കിയതും അവൻ ഒരു കള്ളച്ചിരിയോടുകൂടി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു,
ഇതിനിടയ്ക്കൊന്നുമില്ലേ? അത് സർ 3 o'clock ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള ആ പ്രോജക്റ്റിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫയല് അതുകൊണ്ട് അതിലെങ്ങനെ സൈൻ ചെയ്യും, പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ? Postpone it. Day after tomorrow. Sharp, same time. അതൊരു എക്സ്ക്യൂസും കൊണ്ട് വന്നേക്കരുത്. നോ സാർ, ഇനിയൊരു ഫോൾട്ട് ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. അല്പസമയത്തിന് ശേഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിയുടെ അടുത്തേക്കായി ഒരു കയ്യിൽ ടാബ്ലറ്റും മറ്റൊരു കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമായി ജിയ ചെല്ലുന്നു. ദാ ഇത് കഴിക്കുക. എന്താ ഇത്? സംശയത്തോടു കൂടി ചോദിക്കുന്ന വിയുടെ മുഖത്ത് നോക്കി ജിയ തുടർന്നു. ഇന്നലത്തെ ഹാങ് ഓവറിൻ്റെ ആയിരിക്കും തലവേദന. ഒരു ടാബ്ലറ്റ് എടുത്താൽ ചിലപ്പോൾ കുറവുണ്ടാകും. എനിക്ക് തലവേദന ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് ആ തലയെ കൈവച്ച് വർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ മനസ്സിലായി. ഇത് കഴിക്കുക സാർ, തലവേദനയ്ക്ക് നല്ല കുറവുണ്ടാവും. വി അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ടാബ്ലറ്റ് വാങ്ങി വായിലിടുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. ശേഷം തിരിഞ്ഞു പോകാൻ നിന്ന ജിയെ തടഞ്ഞു നിർത്തിക്കൊണ്ടവൻ ചോദിച്ചു, മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? നത്തിങ് സാർ. ജിയുടെ നത്തിങ് എന്ന പറച്ചിൽ കേട്ടതും വിക്ക് കാര്യം മനസ്സിലായി. വീണ്ടും അവൻ ചെയറിൽ നിന്ന് എണീറ്റ് അവക്ക് മുഖാമുഖം നിന്നുകൊണ്ട് പറഞ്ഞു, ഓ, രാവിലെ എണീറ്റ് ഉടനെ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യാൻ പോരുതെന്ന് എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. റൂമേഴ്സ് പരത്തേണ്ടവർ അത് അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യും. അതുകൊണ്ട് നീ അത് നോക്കി വറിയിടാവേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നിന്നെക്കുറിച്ച് മാത്രമല്ലല്ലോ, എന്നെയും പറ്റി പറയുന്നില്ലേ, അത് ഞാൻ കാര്യമാക്കുന്നില്ലല്ലോ. പിന്നെ നിന്റെ മുഖം മാത്രം അത് എപ്പോഴും വാടിയിരിക്കുന്നേ അത് കാണുമ്പോൾ. അത് ഇന്ന് നമ്മളെ രണ്ടുപേരെയും കുറിച്ച് വന്നത് അല്പം കൂടുതലാണോ എന്നൊരു സംശയം. അതാ. നമ്മളെ രണ്ടുപേരെയും കുറിച്ച് എത്ര വൃത്തികേട് വേണമെങ്കിലും വന്നോട്ടെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുത്തോളാം. ക്യാബിനുള്ളിലെ കണ്ണാടിയിൽ നോക്കി കോട്ട് നേരെ ഇട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിയെ നോക്കി ജിയെ തുടർന്നു. സാർ കൊടുക്കാൻ പോകുന്ന മറുപടി എനിക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാനല്ലേ. സാർ എന്താ കംപ്ലൈൻ്റ് ഒന്നും? സൈറ്റ് വിസിറ്റിങ്ങിന് പോകാൻ സമയം. കം. ജിയ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇടയിൽ കയറി വി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അത് നോക്കിക്കൊണ്ട് അല്പം ദേഷ്യത്തോടുകൂടി ജിയ പറഞ്ഞു, എപ്പോൾ ചോദിച്ചാലും ഇത് തന്നെ, മനുഷ്യൻ്റെ വായടപ്പിക്കാൻ. ജിയയും പിന്നാലെ പോയി. ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന് നടന്നു പോകുന്ന ഇരുവരെയും കണ്ടുകൊണ്ട് ലിസിയും ജെനിയും മുന്നോട്ട് വന്നു. ആശ്വാസായി. ഞാൻ ഇത്രയും നേരം തീ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലിപ്പോൾ ഇച്ചിരി വെള്ളം കോരി ഒഴിച്ച പോലെയുണ്ട്. പോകുന്ന കണ്ടില്ലേ 2 ഇണക്കുരുവികൾ. ആഹാ. ഓ, അത്ര വലിയ ഇണക്കുരുവികളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ടൊരു ബോസ് സ്റ്റാഫും പോകുന്നതായിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ. അസൂയയും കഷണ്ടിക്കും മരുന്നില്ലെന്ന് പറയുന്നത് സത്യമാടി. നിന്നെപ്പോലുള്ളവർക്ക് പ്രത്യേകിച്ച്. നിൻ്റെയൊക്കെ കണ്ണിൽ അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ എൻ്റെ കണ്ണിൽ അങ്ങനെയല്ല തോന്നുന്നത്. വന്നിരിക്കുന്നു. ആദം പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞു പോകുന്ന ലീസയെ നോക്കിക്കൊണ്ട് ജെനി തുടർന്നു. ഇവളങ്ങ് ടെർമിനേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അല്പസമയത്തിന് ശേഷം സൈറ്റ് വിസിറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് ഇരുവരും ഓഫീസിലേക്ക് തിരിച്ചത്. സർ, അവാർഡ് സെറിമണിക്ക് പോകാനുള്ള ടൈം എടുത്ത് വരുവാണ്. നമുക്ക് പോകണ്ടേ? ഈ വേഷത്തിൽ പോകാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ബുട്ടീക്കിൽ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോവാം. അല്ല, സാറിനുള്ള ഡ്രസ്സ് ഓഫീസിൽ തന്നെ സ്യൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓഫീസിൽ ചെന്ന് ഫയലൊക്കെ വെച്ചതിന് ശേഷം സാറിന് ഡ്രസ്സ് മാറി പോവാം. എനിക്ക് ഡ്രസ്സൊന്നും മാറണ്ട. എനിക്ക് ഈ ഡ്രസ്സ് തന്നെ മതി. നിന്റെ ഡ്രസ്സ് മാറുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എനിക്കിത് തന്നെ മതി സാർ. ഇത് ഓഫീസ് ഡ്രസ്സല്ലേ, ഒരു സ്റ്റാഫിന് പറ്റിയ ഡ്രസ്സ് ആണല്ലോ. അപ്പോൾ കുഴപ്പമില്ല സാർ, ഞാനിത് തന്നെ ഇട്ടോളാം. നോ,
എൻ്റെ പി എ ആയിട്ട് വരുന്ന ആൾ എങ്ങനെ വരണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. സോ ഏതെങ്കിലും ഒരു നല്ല ബുട്ടീക്കിൽ നിന്ന് നിർത്തി നിനക്ക് പറ്റിയൊരു ഗൗണ് മേടിക്കാം. ഗൗണോ? ഈ ഒരു റൂമേഴ്സ് കൂട്ടാൻ വേണ്ടി തന്നെ നടക്കുവാണോ? എനിത്തിങ് എൽസ്? നത്തിങ് സർ, നത്തിങ്. ഷിയ, കം, ഇവിടെ വന്നിരിക്കുക. നോ സർ, ഞാൻ ഇവിടെ തന്നെ കംഫർട്ടബിൾ ആണ്. എന്തെങ്കിലും ഒരു കോള് വന്നാൽ അല്ല ഇമ്പോർട്ടൻസ് കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യണ്ടേ? സാർ അവിടെ ഇരുന്നോ, ഞാനിവിടെ ഇരുന്നോളാം. ഡു വാട്ട് ഐ സെഡ്. ഓക്കെ സർ. പെട്ടെന്ന് തന്നെ ജിയയുടെ കയ്യിലിരുന്ന ഇരു ഫോണുകളും വി സ്വന്തമാക്കി അവൻ്റെ പോക്കറ്റിലിട്ടു. സാർ, വല്ല ഇമ്പോർട്ടൻ്റ് കോൾസ് വന്നാ? ഞാൻ നോക്കിക്കോളാം, ഇവിടെ ഇരിക്കുക. അവാർഡ് ഡിസ്ട്രിബ്യൂഷന് ശേഷം ഫ്രണ്ട്സുമായി പാർട്ടിയിൽ പെഗടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വി. ആ കൂട്ടത്തിലെ ഒരാൾ, മിസ്റ്റർ കിംടയോ തന്നെ സമ്മതിച്ചിരിക്കുന്നടോ. വീട് ഓഫീസും ഒരുപോലെ കൊണ്ടു നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെത്ര ഈസി ആയിട്ടാണ് നീ കൈകാര്യം ചെയ്യുന്നത്. അതും ഇപ്പോൾ നമ്പർ 1 പൊസിഷനിലും എത്തി താണ്ട് അവാർഡും കയ്യിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെയൊക്കെ ഒരു യോഗം. ഇതെങ്ങനെ സാധിക്കുന്ന എൻ്റെ പൊന്നളിയ? ഞാനൊക്കെ തലകുത്തി നിന്നാൽ പോലും വീടും ഓഫീസും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ചില സമയത്ത് ഓഫീസിൽ തന്നെ കിടന്നുറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നിനക്കിതെങ്ങനെ പറ്റുന്നു? അതോ അതിന് കാരണക്കാരിയാണ് ആയിരിക്കുന്നത് എൻ്റെ പി എ. ഓ, കേട്ടിട്ടുണ്ട്. ജിയ ഫിലിപ്പ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചുള്ളതൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. നിനക്ക് പെൺകുട്ടികളോട് ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഇതുപോലൊരു പി എ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഇതുപോലെയൊക്കെ തന്നെ ആയേനെ, അല്ലേടാ? അടുത്ത് നിന്ന് മറ്റൊരാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്ന ആ വ്യക്തിയെ കണ്ട് ഈ ഒരു പുച്ഛ ചിരിയോടുകൂടി തുടർന്നു. എന്തിനാ വേറൊരാള്? അവള് തന്നെ ആയാലെന്താ? ജിയോ? അത് അവളെ എൻ്റെ പിയാക്കാൻ നിനക്ക് സമ്മതമാണോ? നീ ചോദിച്ചു നോക്ക്. അവൾക്ക് സമ്മതമാണെങ്കിൽ ആക്കിക്കോ. അപ്പോൾ നിനക്കൊരു കുഴപ്പമില്ലേ? അങ്ങനെ ഒരു പി എ കിട്ടുവാണെങ്കിൽ എൻ്റെ ലൈഫ് ഇച്ചിരി അടിപൊളിയായേനെ. നീ ചോദിച്ചു നോക്ക്. അവള് സമ്മതിച്ച നീ സമ്മതിക്കുമോ? അവള് സമ്മതിച്ച നീയും ജീവിച്ചിരിക്കില്ല, അവളും ജീവിച്ചിരിക്കില്ല. അത് കേട്ടതും വീട് ചിരി നിന്നെന്ന് കണ്ട് മറ്റുള്ളവരും സൈലന്റായി. പെട്ടെന്നാണ് ജിയ അരികിലേക്ക് വന്ന് വീട് കാതോരമായി പറഞ്ഞത്, സാർ, കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞ് മുത്തശ്ശിയെ കാണാൻ പോകേണ്ടതാ. അതെൻ്റെ വിഷയമല്ല, നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മുത്തശ്ശിയുടെ മുന്നിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കേണ്ടത്. സോ നീ അത് ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ മതി, നിർത്താം. ഇത് ഓവറായി പോകുന്നുണ്ട്. സാറ് ചില സമയത്ത് ഇങ്ങനെ ഓഫീസിൽ ഒരു രൂപം, പെക്ക് കണ്ട വേറൊരു രൂപം. മതി, നിർത്താം. അത് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ്സിൽ പിടുത്തമിട്ട ജിയെ ബി നോക്കുന്നു. ഇവിടെ ബോസ് ഞാനോ നീയോ? അത് കേട്ടതും ഭയത്തോടുകൂടി ഗ്ലാസ്സിൽ നിന്നും കൈയെടുത്തുകൊണ്ട് ജിയെ തുടർന്നു. സാറ് തന്നെയാ, ബട്ട് മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ. പ്ലീസ്, നമുക്ക് പോവാൻ സമയമായി.
ഉം. ആ അപ്പോൾ ഓക്കെ ബോയ്സ്, വീണ്ടും കാണാം. അതും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മദ്യം വായിലേക്ക് കമഴ്ത്തി ഇരുവരും അവിടെ നിന്നും പോകുന്നു. ഓഹ്, അവൻ്റെയൊക്കെ ഒരു യോഗം. അവൻ്റെ പീഡ ശരീരത്തുനിന്നും മുഖത്തുനിന്നും കണ്ടെടുക്കാൻ തോന്നിയില്ല. എന്നാ ഒരു സ്ട്രക്ചറാടാ. ഈ പറയുന്ന റൂമേഴ്സിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യമില്ലാതില്ല അല്ലേടാ? ഓ, ഇതൊക്കെ സത്യമാണോ നീ? പിന്നെ ഇതുപോലൊരു ചരക്കിനെ അവൻ തൊടാണ്ടിരിക്കുമെന്നാണ് വിചാരം? ഇതൊക്കെ ഉള്ളത് തന്നെ. ഓ, ഉള്ളതാണെങ്കിൽ ഓ, അവൻ്റെയൊക്കെ ഒരു യോഗം. സീറ്റിൽ കണ്ണടച്ച് ചാരിക്കിടക്കുകയായിരുന്നു വി. അപ്പോഴാണ് ജിയ ഡ്രൈവറോട് പറയുന്നത്, മാതാനങ്ങൾ, വണ്ടി ഏതെങ്കിലും ഒരു ബേക്കറിയുടെ മുന്നിൽ നിർത്തണേ. പെട്ടെന്ന് കണ്ണു തുറന്നുകൊണ്ട് വി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തേ വല്ലതും വാങ്ങണോ നിനക്ക്? അപ്പോഴത്തേക്കും മറന്നു. മുത്തശ്ശി പറഞ്ഞില്ലേ ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ട് ചെല്ലണമെന്ന്. ഓ, ഞാനത് മറന്നു. നീ ഇവിടെ ഇരിക്കുക, മാധവൻ പോയി വാങ്ങിച്ചോളൂ. വേണ്ട, അത് വേണ്ട. മുത്തശ്ശിക്ക് ഷുഗർ ഫ്രീ നോക്കി വാങ്ങണം. മാധവനങ്കിളിന് അതറിയില്ല. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. സാർ ഇവിടെ ഇരുന്നാൽ മതി. ശരി, വീട്ടിന്ന് പോയിട്ട് വാ. പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ സീറ്റുകളിലേക്ക് ചാരി കണ്ണുകൾ അടയ്ക്കുന്ന വിയെ കണ്ടുകൊണ്ടാണ് ജിയ കാറിൽ നിന്നും ഇറങ്ങി ബേക്കറിയിലേക്ക് കയറുന്നത്. അല്പസമയം കഴിഞ്ഞ് ഒരു കവർ നിറയെ സാധനങ്ങളുമായി അവൾ വീണ്ടും കാറിൽ വന്ന് കയറുന്നു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒരു വീടിന് മുന്നിലെത്തി. സർ, സർ, we reached the place. എത്തിയോ? പെട്ടെന്ന് തന്നെ വി അവളുടെ മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ സാർ? സ്മെല്ല് തോന്നുന്നുണ്ടോ? എന്ത്? മദ്യത്തിന്റെ സ്മെല്ല് തോന്നുന്നുണ്ടോന്ന്? ഇല്ല. Then okay, I'll come outside. വീടിന്റെ ലിവിംഗ് റൂമിലേക്ക് കയറിയപ്പോഴാണ് തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയെ അവർ കണ്ടത്. വി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നതും വിയെ തട്ടിമാറ്റിക്കൊണ്ട് മുത്തശ്ശി ജിയയുടെ അരികിലേക്ക് മാറി നിന്നു. വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ മോളെ. ഇവൻ നിനക്ക് റെസ്റ്റിനുള്ള ടൈം പോലും തരുന്നില്ലേ? ജിയെ പുണർന്നു നിന്നുകൊണ്ട് ചോദിക്കുന്ന മുത്തശ്ശിയെ കണ്ട് വിയുടെ ഉള്ളിൽ ചെറിയൊരു പുഞ്ചിരി മുട്ടിട്ടു. അവൻ ഇരുവർക്കും നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, കൊള്ളാം. കൊച്ചുമോനേക്കാളും ഇഷ്ടം കൊച്ചുമോന്റെ പിയോട്. 3 മാസം അമേരിക്കയിൽ പോയി നിന്നപ്പോ പോലും എന്നെ വിളിക്കണമെന്ന് തോന്നിയില്ല. ജിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. പോടാ പോടാ, നീ മാത്രമല്ല എനിക്ക് കൊച്ചുമോനായിട്ടുള്ളത്. നിന്റെ മൂത്തൊരെണ്ണം അങ്ങ് അമേരിക്കയിൽ പോയി കിടപ്പുണ്ടല്ലോ. അവന് നമ്മളെ വേണ്ടെങ്കിലും നമുക്കവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവിടെ പോയി നിന്നത്. പിന്നെ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ ജിയമോളുള്ളപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പേടിയില്ല. അത് കേട്ടതും ജിയ ചിരിച്ചു. പെട്ടെന്നാണ് മുത്തശ്ശി ജിയയുടെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവളോട് ചോദിച്ചത്, മോളെ, ഇവനിന്ന് കഴിച്ചിട്ടുണ്ടോ? ഇല്ല മുത്തശ്ശി. എന്താ ചോദിച്ചേ? എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? മുത്തശ്ശിയുടെ കൊച്ചുമോനോട് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കേക്കണ്ടേ? നീ പറഞ്ഞ കേട്ടില്ലേ, പിന്നെ അവൻ ആര് പറഞ്ഞാലും കേക്കില്ല. അയ്യോ, വീട്ടിൽ നിന്ന് അച്ഛനാ. മുത്തശ്ശി, ഒരു മിനിറ്റ്, ഞാൻ വരുവാണേ. ഹലോ അച്ഛാ. ഫോൺ ചെയ്തുകൊണ്ട് ജിയ പുറത്തേക്ക് പോകുന്നത് നോക്കി നിന്ന് ഇരുവരും പെട്ടെന്ന് തന്നെ മുഖാമുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു, എപ്പോഴാ നീ പറയാൻ പോകുന്നത്? പറയണം. അതെങ്ങനെ? അവക്ക് ഒടുക്കത്തെ പേടിയാ. ഏറ്റവും വലിയ പേടി അവക്ക് സോഷ്യൽ മീഡിയ.
നേരം വെളുക്കുമ്പോഴേ അതെടുത്ത് വെച്ച് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അവളോട് ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടം പറയുന്നത്. അതൊക്കെ ഞാനും കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നിച്ചാൽ തീരാവുന്ന ഗോസിപ്പുകളൊക്കെ ഉള്ളത്. എത്രയും പെട്ടെന്ന് നീ അവളോട് നിന്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് പുറത്ത് നിന്നുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ജിയ ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് കയറി വരുന്നത് ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ വി തൻ്റെ കൂട്ടൂരിക്കൊണ്ട് മുകളിലത്തെ റൂമിൽ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് നടന്നു. വി പോകുന്നത് നോക്കിക്കൊണ്ടാണ് ജിയ അകത്തേക്ക് കയറി വന്ന് മുത്തശ്ശിയുടെ അരികിലെത്തിയത്. 3 മാസം മുമ്പ് കണ്ടതിലും കൂടുതൽ നീ ക്ഷീണിച്ചു. മോനെങ്ങാനും നിന്നോട് പറഞ്ഞു സ്ലിം ആയാലേ നിന്നെ സെക്രട്ടറി പോസ്റ്റിൽ നിർത്തുള്ളെന്ന്? അതുകൊണ്ടാണോ നീ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നത്? മുത്തശ്ശി വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നീ എന്നെ മുത്തശ്ശിന്ന് തന്നെയാ വിളിക്കുന്നത്. സാധാരണ നീ പലവട്ടം ഇവിടെ വരുമ്പോഴും ഞാൻ മുത്തശ്ശിന്ന് വിളിക്കാൻ പറയുമ്പോൾ നീ മാഡം എന്ന് എന്നെ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്ത് തോന്നി ഇങ്ങനെ വിളിക്കാൻ? ഈശോ, അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ. കഴിഞ്ഞ ദിവസം മുത്തശ്ശി എന്നെ വിളിച്ചപ്പോൾ ഫോണിൽ കൂടി ഞാൻ മുത്തശ്ശിയെ മാഡം എന്ന് വിളിക്കുന്ന കേട്ട് സാർ അവിടെ ഇരുന്ന ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇനി മാഡം എന്ന് വിളിക്കുന്ന കേട്ടാ എന്നെ നാവ് ചെത്തിയെടുക്കുമെന്ന്. അപ്പോഴേ തീരുമാനിച്ചു ഇനി മാഡം ഒന്ന് വിളിക്കില്ല എന്ന്. കാരണം മുത്തശ്ശിയുടെ മോൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുള്ളൂ. എനിക്കെൻ്റെ നാവ് വേണം. അതുകൊണ്ട് അപ്പോഴേ ഞാനൊരു തീരുമാനം എടുത്തു. ഇനി മുതൽ മാഡം കട്ട്, മുത്തശ്ശി ഓൺ. എന്റെ കൊച്ചുമോൻ അറിയാം ആരോട് എങ്ങനെ പറഞ്ഞ അനുസരിക്കുമെന്ന്. അയ്യടാ, എന്താ ഒരു സന്തോഷം. അയ്യോ, സംസാരിച്ച് സമയം പോയി അറിഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വന്നേ. പപ്പ എന്നെ വിളിച്ചിരുന്നു. അർജന്റായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോകുക. മുത്തശ്ശിയും കൊച്ചുമോനും കൂടെ ഇവിടെ അടിച്ചു പൊളിച്ചോ. എങ്കിൽ നീ മോളിൽ ചെന്ന് മോനോട് പറഞ്ഞിട്ട് പോ. അത് സാരമില്ല, മുത്തശ്ശി പറഞ്ഞാൽ മതി ഞാൻ പോയിന്ന്. നല്ല കഥയായി. നീ എങ്ങാനും പറയാതെ പോയാ നാളെ ആ ഓഫീസ് രണ്ടാക്കും. അതൊന്നും സാരമില്ല. മുത്തശ്ശിയുടെ മുൻ എന്റെ മുന്നിൽ വന്ന വെറും പൂച്ചയാണ്, പൂച്ച. ആരാ പൂച്ച? എന്റെ വീട്ടില് ഒരു കുട്ടി പൂച്ച ഉണ്ടെന്ന് ഞാൻ മുത്തശ്ശിയോട് പറയുമായിരുന്നു. മോനെ, അവള് പോകാൻ വേണ്ടി നിൽക്കുക. അവിടെ പപ്പ വിളിച്ചെന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന്. ഇന്ന് പോവണ്ടാന്ന് ഞാൻ പറഞ്ഞാ അവള് കേക്കില്ലല്ലോ. കൊള്ളക്കിളവി, എനിക്കിട്ട് താങ്ങുവാണല്ലോ. അത് വീട്ടിൽ നിന്ന് പപ്പ വിളിച്ചു, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇന്നെന്തായാലും പോവണ്ട. നിന്റെ പാപ്പയെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. സ്റ്റേ ഹിയർ. അത് സർ അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞതാ. നാളെ രാവിലെ എന്നെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവിടെ വീടി ശബ്ദമുയർന്നു. ഓക്കെ, then go. മോൾ ഒറ്റയ്ക്ക് പോകണ്ട, മാധവൻ കൊണ്ടുപോയി വിടും നിന്നെ. വേണ്ട മുത്തശ്ശി, ഞാൻ ബസ്സിന് പോയിക്കോളാം. നിന്നോട് പറയുന്ന കേട്ടാ മതി. കാറിന് പോ, മാധവൻ കൊണ്ടുപോയി വിടും. ഓക്കെ ഓക്കെ സർ. അന്ന് വിയുടെ ഓർമ്മകളിൽ മുഴുവൻ ജിയ തന്നെയായിരുന്നു. ഇന്നും വിയുടെ ഓർമ്മകളിൽ ജിയ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അവൾ പറഞ്ഞിട്ട് പോയ അവസാനത്തെ വാക്ക് കേട്ടതും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി. അവളെ പെണ്ണ് കാണാൻ വരുന്നത്രേ. അത് സത്യമാണോ? നാളെ അവൾ മറ്റൊരാളുടേതാകുമോ എന്നുള്ള ടെൻഷനെല്ലാം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് തന്നെ അവൻ ദൃഢനിശ്ചയമെടുത്ത് ഉറക്കത്തിലേക്ക് ആഴ്ന്നു.
പതിവിലും നേരത്തെ വി ഉറക്കമുണർന്നു. സാധാരണ വീട്ടിലേക്ക് വരാറുള്ള ജിയ ഇന്ന് അവിടെ എത്തിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. എങ്കിലും അവന് ദേഷ്യമൊന്നും തോന്നിയില്ല. കാരണം ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. വർക്ക് ലോഡുകൾ കൂടുതലുള്ള ദിവസം അവൾ നേരെ ഓഫീസിലേക്കാണ് സാധാരണ പോകാറ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളെ കാണാൻ കഴിയുമെന്ന സന്തോഷത്തോടു കൂടി അവൻ ഓഫീസിലേക്ക് ലക്ഷ്യമിട്ടു. എന്നാൽ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് അവിടെയും ജിയയില്ല. മറ്റ് സ്റ്റാഫുകളോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു അവൾ ഇന്ന് ലീവാണെന്ന്. അവളെ ഫോണിലൂടെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്ന മറുപടി മാത്രമാണ് അവന് ലഭിച്ചത്. ഇത് അവനുള്ളിൽ ദേഷ്യം കൂട്ടുന്നതിന് കാരണമായി. ഓഫീസിലിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടാതെ പുറത്തേക്കിറങ്ങിയ വി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സ്റ്റാഫുകളെല്ലാം അവനെ നോക്കി സ്വകാര്യമായി ചിരിക്കുന്നതും രഹസ്യം പറയുന്നതുമൊക്കെ. അടക്കം പറയുന്നവരെ കണ്ടുകൊണ്ട് വിയുടെ ഉള്ളിൽ ദേഷ്യം ഒന്നുകൂടെ കൂടുകയാണ് ചെയ്തത്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണോ അതോ ലൂസ് ടോക്കിന് വന്നതാണോ? ഗോ ആൻഡ് ഡു യുവർ വർക്ക്, അതർവൈസ് ഐ വിൽ ബി ഫയർഡ് ഓൾ ഓഫ് യു. സോറി സർ. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ സർ. അലക്സ്. യെസ് സർ. എത്രയും പെട്ടെന്ന് ജിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ലീവ് ലെറ്റർ പോലും തരാതെ അവള് വീട്ടിൽ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. ഇവിടെ വർക്ക് ലോഡുള്ള കാര്യം അവൾക്ക് അറിയാവുന്നതല്ലേ. ദെൻ വൈ ഷീ സോ കെയർലെസ്? ഇതിനു മുമ്പ് ഇവളിങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. അത് സാറിന് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്താൽ സാറിന് അതിനുള്ള ഉത്തരം കിട്ടും. അത് കേട്ടതും പെട്ടെന്ന് തന്നെ വി കയ്യിലിരുന്ന മൊബൈലെടുത്ത് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ മുതലായ വെബ്സൈറ്റുകൾ തുറന്നു നോക്കുന്നു. അവന്റെ കണ്ണുകളിൽ തീയാളുന്ന പോലുള്ള ദേഷ്യം അടുത്തുന്ന സ്റ്റാഫിന് വരെ മനസ്സിലായി തുടങ്ങി. പെട്ടെന്ന് തന്നെ സ്റ്റാഫിന്റെ ശബ്ദം അവിടെ ഉയർന്നു. സാർ, ഞാൻ സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. ഇന്നലെ രാത്രിയാണ് ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത് കണ്ടത്. നിങ്ങളെക്കുറിച്ചുള്ള റൂമേഴ്സ് ഒക്കെ സാധാരണ വരാറുള്ളത് കൊണ്ട് ഞങ്ങളാരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇത്ര വൃത്തികേടായിട്ട് ഒരു ബെഡ്റൂം സീനൊക്കെ വരുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് കാണുന്നവർക്ക് പോലും സത്യമായിട്ട് തോന്നും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാഡം. ഷട്ട് അപ്പ്. ഇത് ചെയ്തവൻ ഏതവനായാലും എന്റെ കൺമുന്നിൽ 24 മണിക്കൂറിനുള്ളിൽ എത്തിയിരിക്കണം. പിന്നെ ഈ പോസ്റ്റും ഇതിനു മുമ്പ് ചെയ്യപ്പെട്ട പോസ്റ്റുകളും ഡിലീറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്യണമെന്നില്ല. സാർ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാർ. എന്റെ ജോലി. അയ്യോ സാർ, പോലെ. അയ്യോ, എന്റെ ജോലി പോകും. ദേഷ്യത്തോടുകൂടി നടന്നു കലുന്ന വിയെ നോക്കി ദയനീയ ഭാവത്തിൽ പറയുന്ന സ്റ്റാഫിനെ കണ്ട് മറ്റ് സ്റ്റാഫുകളും ഭയന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ജിയെ കാണാതെ വിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അവസാനം ജിയെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകുവാൻ തന്നെ വി തീരുമാനിച്ചു. ആരാ മനസ്സിലായില്ല? ജിയയുടെ ഫാദർ അല്ലേ? ഞാൻ ജിയയുടെ ബോസാണ്. ഓ സാർ, വരൂ, അകത്തേക്ക് ഇരിക്കുക. ജിയ ഉണ്ടോ ഇവിടെ? ആ ഉണ്ട് സാർ. അത് ജിയ മോള് മുറിയിലുണ്ട്. ഞാൻ വിളിച്ചുകൊണ്ട് വരാം. സാർ ഇരിക്കുക. ഓക്കെ. അല്പസമയത്തിന് ശേഷം കരഞ്ഞു വീർത്ത കണ്ണുകളോടുകൂടി തൻ്റെ കൺമുന്നിലേക്ക് വരുന്ന ജിയയെ കണ്ട് വിക്ക് ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം അലിഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു സഹതാപവും സങ്കടവും ഉണ്ടായി. അല്പസമയത്തെ നിശബ്ദത അവിടെ ഭേദിച്ചുകൊണ്ട് വിയുടെ ശബ്ദമുയർന്നു. അങ്കിളുടെ മോളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ ക്യാൻ യു ഗിവ് us for a space? ഓക്കെ, ശരി. നിങ്ങൾ സംസാരിക്കേ. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം.
വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ ജിയെ കാണാൻ വേണ്ടി ഒന്ന് വന്നതാ. കുറച്ച് ദിവസമായില്ലേ അവൾ ഓഫീസിലേക്ക് വന്നിട്ട്. അപ്പോൾ എന്താ കാര്യമെന്ന് നേരിട്ട് അറിയാമെന്ന് വെച്ചു. ഓക്കെ ഓക്കെ മോനെ, ക്യാരി ഓൺ. ഞാൻ അങ്ങ് മാറി നിൽക്കാം. താങ്ക് യു അങ്കിൾ. ജിയയുടെ പപ്പ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും വി ജിയക്ക് നേരെ തിരിഞ്ഞു. ഈ കണ്ണെന്താ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് പറയാവോ? മറ്റുള്ളവർക്ക് മനസമാധാനക്കേടുണ്ടാക്കാനായിട്ട്. വിയുടെ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ ജിയ വിയെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇഫ് യു വാണ്ട് ടു നോ ദിസ്, ISP പേജ് ഒന്ന് തുറന്നു നോക്ക്, അപ്പൊ മനസ്സിലാകും. അതാണോ പ്രോബ്ലം? അത് നിന്നെ എന്നെയും ചേർത്തല്ലേ പറയുന്നത്? I don't have any problem. Okay? But I have. ഇത്രയും നാളും നമ്മുടെ രണ്ടുപേരുടെ ഫോട്ടോ കാണിച്ച് അശ്ലീല വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഇപ്പൊ അങ്ങനാണോ? കഴിഞ്ഞ ദിവസം വന്ന ആ വീഡിയോ അത് കണ്ട് ആരെങ്കിലും പറയോ എഡിറ്റഡ് ആണെന്ന്? നമ്മളല്ലാന്ന് എത്ര പേരോട് പറയാൻ കഴിയും അത് സത്യമാണെന്ന്? ജിയ calm down. ഒച്ചവെക്കല്ലേ, നിന്റെ പപ്പ കേൾക്കും. ഇനി എന്തറിയാതിരിക്കാനാണ് സാർ? ഓഫീസിലേക്ക് വരാൻ ഇറങ്ങിയപ്പോ പപ്പയാണ് ഇതെന്നെ കാണിക്കുന്നത്. പപ്പയോട് വരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു മോളുടെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവില്ല. ജിയ, I will marry you. ഓക്കെ സാർ. What? സാർ എന്തേ പറയുന്നത്? ഒരു സഹതാപത്തിന്റെ പുറത്തോ അതോ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുകയോ ഒന്നുമല്ല. ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ട് തന്നെ. സാർ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് സാറിന് വല്ല ബോധമുണ്ടോ? അപ്പോ ഈ പറയുന്ന വാർത്തകളെല്ലാം സത്യമാണെന്ന് തന്നെ വരില്ലേ? സാർ എന്തുദ്ദേശിച്ചേ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ ബോധത്തിന് ഒരു കുറവും വന്നിട്ടില്ല ജിയ. നല്ല ബോധത്തോടു കൂടി തന്നെയാണ് നിന്നോട് സംസാരിച്ചത്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അത് നീ കൂടി സമ്മതമാണെന്ന് പറഞ്ഞാൽ? ഇല്ല, പറ്റില്ല സാർ. സാറിന് ഇനി എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. കാരണം ഞാൻ ഒരിക്കലും സാറിന് അങ്ങനെ കണ്ടിട്ടില്ല. ഇനി എനിക്ക് കാണാനും സാധിക്കില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് സാറിന് വെറും നിസ്സാരമായിരിക്കും. പക്ഷെ എന്നെ പോലുള്ളൊരു സാധാരണക്കാരിക്ക് അങ്ങനല്ല. അതുകൊണ്ട് തന്നെ ഞാനിനി ഈ ജോലി തുടരാനും ആഗ്രഹിക്കുന്നില്ല. I will resign it. ജിയ, ഇങ്ങനെ ഞാൻ സാറിന്റെ മെയിലിൽ റെസിഗ്നേഷൻ ലെറ്റർ അയച്ചോളാം. സർ പ്ലീസ് ഇവിടെ നിന്ന് പോണം, എന്റെ റിക്വസ്റ്റ് ആണ്. അത് കേട്ടതും പിന്നീടൊന്നും പറയാതെ ദേഷ്യത്തോടുകൂടി വി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ദേഷ്യത്തോടുകൂടി വി ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടാണ് അകത്തെ മുറിയിൽ നിന്നും മിസ്റ്റർ ഫിലിപ്പ് ഇറങ്ങി പുറത്തേക്ക് വരുന്നത്. അച്ഛാ, അത് സാറിന് എന്തോ അർജന്റ്, അതാ അച്ഛനോട് പറയാതെ കൂടി പോയത്. കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട ജിയ. അപ്പുറത്തെ മുറിയിൽ നിന്നാലും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. ഞാൻ അറിഞ്ഞതിലും വെച്ച് നിന്റെ ബോസ് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇത്രയും വലിയ റൂമർ വന്നിട്ട് പോലും നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. ഇതേ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഒന്ന് നീ തന്നെ ചിന്തിച്ചു നോക്ക്. നിന്നെ തഴയാനേ ശ്രമിക്കുള്ളൂ, അല്ലാതെ നിനക്ക് തണലാവാൻ ശ്രമിക്കില്ല. നിന്റെ ബോസ് ചെയ്തത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിന്റെ ഇഷ്ടം.
നീ എന്ത് തീരുമാനിക്കണോ അതിനൊപ്പം ഞാൻ ഉണ്ടാവും. അതും പറഞ്ഞ് മുറിയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന അച്ഛനെ കണ്ട് അവൾക്ക് ദയനീയമായി കരയാൻ മാത്രമാണ് സാധിച്ചത്. എനിക്കറിയില്ല അച്ഛാ, എൻ്റെ ഉള്ളിലെ ഇഷ്ടം അത് അത് സാറ് തന്നെയാ. പക്ഷെ ഈ സമൂഹത്തെ ഭയന്ന് എനിക്ക് പേടിയാ, എനിക്ക് വയ്യ. നാളെ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിച്ചാലും ഈ സമൂഹം ഞങ്ങളെ വെറുതെ വിടില്ല. അല്പസമയത്തിന് ശേഷം കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമായി ജിയക്ക് മുന്നിലെത്തുന്ന ജിയയുടെ അച്ഛൻ. എന്ത് തീരുമാനിച്ചു നീ? സാറിന്റെ പ്രപ്പോസൽ അംഗീകരിക്കുന്നോ അതോ റിജക്റ്റ് ചെയ്യുന്നോ? മൗനമായി തലകുനിച്ച് തന്നെ ഇരിക്കുന്ന ജിയയെ കണ്ട് ഒരു നെടുവീർപ്പിട്ട ശേഷം അച്ഛൻ വീണ്ടും തുടർന്നു. റെസിഗ്നേഷൻ ലെറ്റർ നീ മെയിൽ ചെയ്യാന്നല്ലേ സാറിനോട് പറഞ്ഞിരിക്കുന്നത്? അത് വേണ്ട. അത് സാറിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. മോള് നാളെ തന്നെ ആ ലെറ്റർ സാറിൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുക്കണം. സാറിനെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചു വാ. അതാണ് എൻ്റെ മോള് ചെയ്യേണ്ടത്. അച്ഛാ, പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല അച്ഛാ. ഇപ്പൊ തന്നെ ഞാൻ സാറിനെ ഒരുപാട് ഹേർട്ട് ചെയ്തു. ഇനിയും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ മെയിൽ ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ ഇനിയും സാറിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് അതെന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് അതിനുള്ള ധൈര്യവും ഇല്ല. ഇങ്ങനെ കരയാതെ മോളെ. കണ്ണീരൊന്നിനും ഒരു പ്രതിവിധിയല്ല. എൻ്റെ മോള് ബോൾഡല്ലേ. നാളെ തന്നെ പോയി റെസിഗ്നേഷൻ ലെറ്റർ സാറിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കണം. ഒപ്പം നിന്റെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യണം. അച്ഛാ, എന്റെ വിവാഹോ? എനിക്ക്? അതെ, നിനക്ക് സാറിനല്ലേ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, മറ്റാരെയല്ലല്ലോ. അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടിൻ്റെ മോൻ ദുബായിലാണ്. അവനുമായിട്ടുള്ള വിവാഹം നമുക്ക് ഉടനെ തന്നെ നടത്താം. അവൻ നിന്നെ കണ്ടിട്ടുണ്ട്. നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അവന്. അച്ഛാ, അത് വേണ്ട. ഞാൻ ഒരു വിവാഹത്തിന്റെ മൂഡിലല്ല. അച്ഛന് സിറ്റുവേഷൻ എല്ലാം അറിയാവുന്നതല്ലേ? അറിയാം, എല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നീ മാറണമെന്നുണ്ടേ നിനക്കൊരു വിവാഹം അത്യാവശ്യം തന്നെയാണ്. ആരാ പറഞ്ഞത്? ഒരു പെൺകുട്ടികൾക്കുള്ള പ്രതിവിധിയാണോ വിവാഹം? അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ വിവാഹം കഴിച്ച എല്ലാം റെഡിയാകുമോ? ഇല്ല, അതറിയാം. പക്ഷേ ഒരമ്മയില്ലാത്ത സ്ഥാനത്ത് ഈ അച്ഛൻ നിന്നെ വളർത്താൻ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പെൺകുട്ടി അവളെ മോശമായി ലോകം ചിത്രീകരിക്കുന്നതിന് മുൻപ് തന്നെ അവളെ സുരക്ഷിതമായി ഒരാളുടെ കൈകളിൽ ഏൽപ്പിക്കണം. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നതെല്ലാം നീ ഏതർത്ഥത്തിലാണ് കണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ തന്നെ ഇങ്ങനെ കാണുമ്പോൾ സമൂഹം എങ്ങനെയാ നിന്നെ കാണുന്നതെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വിവാഹം അത് എന്നെ കൂടെ ചിന്തിക്കാൻ കഴിയില്ല. വേണ്ട സാറ്. എന്താ സാറ്? അതൊന്നുമില്ല. ഒന്നുമില്ലേ നിനക്ക്? അച്ഛനോട് കള്ളം പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെയാ അച്ഛൻ എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അച്ഛനോട് എന്ത് സത്യം പറയാം. എനിക്ക് ഇഷ്ടമാണ് സാറിനെ. സാറിന്റെ കണ്ണുകളിൽ ഞാൻ ആ പ്രണയം കണ്ടിട്ടുണ്ട്. ചില സമയത്ത് സാറിന്റെ നോട്ടം, പെരുമാറ്റ രീതി, അതിലൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് സാറിന് എന്നോടുള്ള പ്രണയം. പക്ഷെ ഇത് വേണ്ട.
സമൂഹം ഞങ്ങളെ അംഗീകരിക്കില്ല. ഒരു ഒരു പേഴ്സണൽ അസിസ്റ്റന്റും ബോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സമൂഹം ഒരിക്കലും നല്ല രീതിയിൽ എടുക്കില്ല. അതിന് തന്നെ ഉദാഹരണമല്ലേ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ. എനിക്ക് വയ്യ. ശരി കരയേണ്ട, ഒന്നുമില്ല. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഈ വിവാഹം വേണ്ട, പോരെ. സമാധാനപ്പെട്, കരയാതെ. അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് പൊട്ടിക്കരയുന്ന ജിയെ അച്ഛൻ മെല്ലെ സമാധാനിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി അതീവ ദേഷ്യത്തോടു കൂടിയാണ് ജിയ മണിയറയിലേക്ക് പ്രവേശിച്ചത്. ഉടനെ തന്നെ മുറിയിൽ നിന്നൊരു ശബ്ദമുയർന്നു. ശബ്ദം കേട്ടിടത്തേക്ക് അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. അതീവ ദേഷ്യത്തിലാണല്ലോ മാഡം. ഇനിയെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചൂടെ? ഇത് ഫസ്റ്റ് നൈറ്റ് വരെ എത്തി. പിന്നെ ദേഷ്യപ്പെടാതെ. എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞതാ. അച്ഛൻ എന്നെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇതെന്താടോ, നല്ലൊരു ദിവസമായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ മൂഡ് ആരെങ്കിലും കളയുമോ? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? തൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എത്തിയ ദിവസമാണ്. ഇനിയാണ് നമ്മൾ ലൈഫ് എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് പരസ്പരം ഒരു എന്താ പറയുക, അതിന് ഒരു പരസ്പര സൗഹൃദവും സ്നേഹവും ഒക്കെ വേണ്ടേ? അല്ലാതെ അടിവെച്ചാണോ തുടങ്ങട്ടെ? അയ്യോ പ്ലീസ് സാർ, ഇനി സാറിന്റെ കൂടി ലെക്ചർ അടി കേൾക്കാൻ എനിക്ക് വയ്യ. അല്ല, നിങ്ങൾ ഈ മണിയറയിൽ എന്തെടുക്കുക മനുഷ്യ? പെട്ടെന്ന് ശബ്ദം കേട്ട വാതിൽ ഭാഗത്തേക്ക് ഇരുവരും തിരിഞ്ഞു നോക്കുന്നു. രഹസ്യ മധുരൈ മടിയിനിൽ രഹസ്യ മധുരൈ മടിയിനിൽ രഹസ്യ കാതൽ കണ്ണനിൽ രഹസ്യ രഹസ്യ മധുരൈ മടിയിനിൽ രഹസ്യ. അയ്യോന്നോ? പൂജയ്ക്ക് എന്താടോ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? അയ്യോ, ഞാനൊരു പൊന്നൊരുക്കാൻ വന്നതല്ലേ. ഞാൻ എൻ്റെ ബ്രദറിന്റെ മണിയറയൊന്ന് ഒരുക്കാൻ വന്നതാ. മറ്റാരെയും കണ്ടില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മണവാട്ടി കയറി റൂമിലേക്ക് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. മണവാളനോട് തീർക്കാൻ പറ്റാത്ത ദേഷ്യം മുഴുവൻ മണവാളന്റെ ബ്രദറിനോട് തീർത്തോണ്ടിരിക്കുവായിരുന്നു മണവാട്ടി. തമാശ എന്നോട് പറഞ്ഞാൽ ഞാൻ കൂടെ ചിരിക്കാം. അരികിലേക്ക് വരുന്ന ആളെ കണ്ടുകൊണ്ട് രണ്ടുപേരുടെയും മുഖത്ത് ചിരിയാണ് വന്നെങ്കിൽ മറ്റൊരാളുടെ മുഖത്ത് കുസൃതി കലർന്ന ദേഷ്യമായിരുന്നു. വേണമെന്നില്ല. അനിയ, ഈ പിണക്ക ഇച്ചിരി ഗൗരവമുള്ളതാണല്ലോ. ഉടനെ ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. വെള്ളം കുടിച്ചു കഴിഞ്ഞെങ്കിൽ ചേട്ടത്തിയും കൊണ്ട് ഈ മുറിയിൽ നിന്ന് ഇറങ്ങിത്താ. ഓഹോ, ആയിക്കോട്ടെ. ഇനി ഞങ്ങള് സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ലേ? വാടി ഭാര്യ, നമുക്ക് നമ്മുടെ മുറിയിൽ പോകാം. അയ്യടാ, എന്നെ നോക്കേ വേണ്ട. ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാ. ടാറ്റാ. നിക്ക് പോലെ, ഞാൻ കൂടിയുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കി പോകാതെ. റൂമേഴ്സും ഗോസിപ്പുകളും എല്ലാം അവസാനിച്ചു. നമ്മുടെ വിവാഹവും കഴിഞ്ഞു. ഇപ്പോഴും മാറിയില്ലേ തന്റെ പിണക്കവും പരിഭവവും ഒക്കെ? എനിക്ക് ആരോടും പരിഭവവും ഇല്ല, പിണക്കവും ഇല്ല. സാറിന് വെറുതെ അത് തോന്നുന്നതായിരിക്കും. റിയലി? എനിക്ക് തോന്നുന്നതാണല്ലേ? ഞാനത് കംഫർട്ടബിൾ അല്ല. എനിക്ക് ടൈം വേണം. സാർ, 4-5 വർഷമായിട്ട് എൻ്റെ ഒപ്പം നിഴല് പോലെ ഉണ്ട് നീ. നിന്നെക്കുറിച്ച് എനിക്കും എന്നെക്കുറിച്ച് നിനക്ക് നല്ലതുപോലെ അറിയാം. ഇനിയും നിനക്ക് ടൈം വേണമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഐ കാൻറ്റ് വെയിറ്റ് എനിമോർ. സോറി.
അത് സർ, Sorry, did I hurt you? നോ. ये हंसी वादियाँ ये खुला आसमां आ गए हम कहाँ है मेरे साजना इन बहारों में दिल की कली खिल गई मुझको तुम जो मिले हर खुशी मिल गई Can I trust you? ये हंसी वादी ये खुला आसमां आ गए हम कहाँ मेरे साजना बहारों में दिल की कली खिल गई मुझको तुम जो मिली हर खुशी मिल गई तेरे होठों पे है हुस्न की बिजली तेरे गालों पे है जुल्फ की बदली तेरे दामन की खुशबू से महके चमन संगे मरमर के जैसा ये तेरा बदन बंधन है प्यार का देखो टूटे न सजनी ये जन्मों का साथ है देखो छूटे न सजना तेरे आंचल की छाँव के तले मेरी मंजिल मुझे मिल गई तेरी आँखों की छाँव के तले मोहब्बत मुझे मिल गई Gia? Gia? Are you tired? Not yet. Then can we go one more round? അയ്യോ, ഞാൻ ക്ഷീണിച്ചു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാ. I just want to sleep on your chest. അങ്ങനെയാണെങ്കിൽ ഓക്കെ. तेरे होठों पे है हुस्न की बिजली तेरे गालों पे है जुल्फ की बदली പേടിച്ചു പോയല്ലോ. എൻ്റെ ഹസ്ബൻഡ് ആണെന്ന് കരുതിയോ? സോറി, ഇതുവരെ താങ്കളുടെ ഹസ്ബൻഡ് ആ കട്ടിലേന്ന് പൊങ്ങി കാണത്തില്ല. അത് ഇന്നലത്തെ ഓവർ ഡ്യൂട്ടിയിലെയാ. അയ്യോ, എന്താ ഒരു ചിരി. ഓ, ഒരു ചേട്ടന്റെ ഭാര്യയോട് പറയാൻ പറ്റിയ പറച്ചിലാണോടി അനിയന്റെ ഭാര്യ പറയുന്നത്. എങ്ങനെ ഇന്നലെ ഫസ്റ്റ് നൈറ്റ് ഞങ്ങൾക്കായിരുന്നെങ്കിലും ചില വൃത്തികെട്ട സൗണ്ടുകൾ കേട്ടത് നിങ്ങളുടെ മുറിയിൽ നിന്നായിരുന്നു. അതെന്റെ ഹസ്ബൻഡ് എടുത്ത് പറയുകയും ചെയ്തു. അത് കൊതുകിന്റെ ശല്യം ഭയങ്കരമാ. നേരം ആ കൊതുകിന്റെ പേര് ജിമിൻ എന്നായിരുന്നു. മനസ്സിലായല്ലേ? എന്താണെന്നറിയാൻ പറ്റ. ഫസ്റ്റ് നൈറ്റ് എന്ന് കേട്ടപ്പോൾ അങ്ങേരുടെ ഫസ്റ്റ് നൈറ്റ് ഓർമ്മ വന്നു. പിന്നെ എന്നെ ഉറക്കിയില്ല. പാവം.
മോനൂട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ. മോനൂട്ടൻ ഇന്നലെ മുത്തശ്ശിയുടെ കൂടെയാ കിടന്നെ, അതുകൊണ്ടാ അങ്ങേരെ അമാതിരി വികൃതി എന്നോട് കാണിച്ചത്. പെട്ടെന്നാണ് മുത്തശ്ശി അവിടേക്ക് കടന്നു വരുന്നത്. ആഹാ, മോർണിംഗ് വ്യൂ തന്നെ അടിപൊളിയാണല്ലോ. രണ്ടുപേരും പറയുന്ന തമാശ എന്നോട് കൂടി പറഞ്ഞ ഞാൻ കൂടി ഒന്ന് ചിരിച്ചേനെ. ആ മുത്തശ്ശിയോ? അത് ഒന്നുമില്ല മുത്തശ്ശി. മോനൂട്ടൻ എണീറ്റോ? അവനോ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. അതെങ്ങനെയാ? അപ്പൻ്റെ അല്ലേ മോൻ. പറഞ്ഞതുപോലെ 2 സൽപുത്രന്മാരും എണീറ്റില്ലേ? ഞങ്ങൾ പോരുന്നവരെ എണീറ്റിട്ടില്ല. ഇന്നാ മുത്തശ്ശി ഈ കോഫി കുടിക്ക്. ജിയ, ഈ കോഫി കൊണ്ടുപോയി വീക്ക് കൊടുക്ക്. ശരി ചേച്ചി. അല്ല മോളെ, ഇന്നലെ ജിമിൻ എന്നോട് പറയാ നിങ്ങൾ നാളെ തന്നെ തിരിച്ചു പോകുമെന്ന്. അപ്പോ 2 മാസം പോലും നിങ്ങൾ തികച്ചു നിൽക്കുന്നില്ലെന്ന് ഉറപ്പിച്ചോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ? അയ്യോ എൻ്റെ പൊന്നു മുത്തശ്ശി, ചതിക്കല്ലേ. അല്ലെങ്കിൽ അവിടെ ഓഫീസിലെ തിരക്ക് മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ. മുത്തശ്ശി വീട്ടിൽ വന്ന് നിന്ന് ജിമിൻ്റെ തിരക്കും കാര്യങ്ങളും കണ്ടിട്ടും ഉള്ളതല്ലേ. ഇനി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാണ്ട് കൂടി നിന്നാ കഴിഞ്ഞു. പിന്നെ ആ മനുഷ്യൻ വീട്ടിലേക്കേ വരില്ല. കിടപ്പും പുറത്തേക്ക് അങ്ങ് ഓഫീസിൽ തന്നെയാകും. പിന്നെ വീടങ്ങ് മറക്കും. പോരാത്തതിന് 3-4 ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു. അയ്യോ, ഇന്ന് ഫ്രൈഡേ അല്ലേ? അതെ. അയ്യോ, ഇന്ന് സാറിനൊരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. ഞാനത് പറയാൻ മറന്നുപോയി. അയ്യോ. അതും പറഞ്ഞ് മുറിയിലേക്ക് ഓടാൻ നിന്ന ജിയെ പെട്ടെന്ന് തന്നെ ഒരാൾ കൈക്ക് കയറി പിടിക്കുന്നു. ഈ ചായ എടുത്തിട്ട് പോടി. അയ്യോ, മറന്നുപോയി. താങ്ക് യു. മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന ജിയ അവിടെ ആരെയും തന്നെ കാണുന്നില്ല. എവിടെ പോയി? ബാത്റൂമിൽ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. കുളിക്കുമായിരിക്കും. ചായ ഗ്ലാസ് തൊട്ടടുത്തിരുന്ന ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ മീറ്റിങ്ങിന് ആവശ്യമായ ഫയൽസും മറ്റു കാര്യങ്ങളും എല്ലാം വിയുടെ ബ്രീഫ് കേസിൽ എടുത്തു വെക്കുന്നു. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വി കാണുന്ന കാഴ്ച വിക്ക് ആവശ്യമായ ഡ്രസ്സും ഷൂസും ഒക്കെ എടുത്തു വെക്കുന്ന ജിയാണ്. ഹലോ മാഡം, ഇതെന്താ പരിപാടി? ഗുഡ് മോർണിംഗ് സാർ. സാറിന് ഇന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ, മറന്നുപോയോ? ഞാൻ സത്യത്തിൽ അത് മറന്നുപോയി. ഇപ്പോൾ അവിടെ താഴെ മുത്തശ്ശിയൊക്കെ സംസാരിച്ചപ്പോഴാണ് ഓർത്തത്. സാറിന് ഇന്ന് ഇടേണ്ട ഡ്രസ്സ്, ഷൂസ്, പിന്നെ ഇന്നത്തെ മീറ്റിംഗ് കൂടാണ്ട് തന്നെ ഇന്നത്തെ ഷെഡ്യൂൾ ഞാൻ പറയാം. പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന ടാബ് കയ്യിലെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. ഇന്നത്തെ ഷെഡ്യൂൾസ് 10:30 AM ലീഗ് ഗ്രൂപ്പ്സും ചെയർമാനുമായിട്ട് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. 12 o'clock സാറ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓർഫനേജിൽ ഇനോഗ്രേഷൻ്റെ സെറമണിക്ക് പങ്കെടുക്കാൻ പോകണം. പിന്നെ 1 o'clock സാറ് മിസ്റ്റർ അലക്സ് വർഗീസുമായിട്ട് ലഞ്ച് മീറ്റ് പറഞ്ഞിട്ടുണ്ട്. 2 o'clock ഓഫീസ് ബെസ്റ്റ് എംപ്ലോയി സെലക്ഷന് സാറ് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 o'clock സാർ ഇന്ന് ഷെയർ ഹോൾഡേഴ്സ് അതിന്ന് ഇന്നത്തെ സാറിന്റെ ഷെഡ്യൂൾസ്. I know that, but now you are my wife. നീ എന്റെ PA അല്ല. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് 1 ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കണമെന്നാണോ നീ പറയുന്നത്? ഇതൊക്കെ ഞാൻ ഇന്നലെ പോസ്റ്റ്പോൺ ചെയ്തു. ഈശോ, പറഞ്ഞതുപോലെ ഞാനങ്ങനെ ഭാര്യയല്ലേ. അത് പിന്നെ ഞാൻ കുറേ നാൾ ഓഫീസിൽ വന്നില്ലല്ലോ. പക്ഷേ ഷെഡ്യൂൾസൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നല്ലായിരുന്നു നമ്മുടെ വിവാഹം. ഞാനങ്ങ് പെട്ടെന്ന് മറന്നുപോയി. തൻ്റെ അരികിലേക്ക് വരുന്ന വിയെ കണ്ട് ജിയ ഒന്ന് പകച്ചു. ഓക്കെ സാർ, ഓഫീസിൽ പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. താഴെ എല്ലാവരും ഉണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സാർ ജോയിൻ ചെയ്യുന്നു? അല്ല, താഴെ എല്ലാവരും ഉണ്ട്. സാർ വരുന്നു?
അല്ല വരുന്നോ താഴേക്കെന്ന്? അതല്ല, എന്നെ വിളിച്ചതെന്താ നീ? അത് സാറെന്ന്. ഞാൻ നിന്റെ സാറാണോ? ഓ ജിയാ, അത് അത് ശീലമായി പോയില്ലേ. കോൾ മീ വി. വി. ഇനി സാറൊന്ന് വിളിക്കൂ. അത് ചിലപ്പോ അറിയാതെ വിളിച്ച. ഓ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. സാരമില്ല, എൻ്റെ അതിനൊരു മരുന്നുണ്ട്. എങ്ങോട്ടാ? ബെഡിലോട്ട്. അത് പറ്റില്ല, താഴെ എല്ലാരും ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. 1 hour കഴിഞ്ഞിട്ട് പോവാം. 1 hour? അയ്യോ.